ലോകത്തിൽ ഒരു പെണ്ണിനും വരരുത് ഇതുപോലത്തെ ഒരു ഗതികേട്. ടൈറ്റ് ഷൂ ഇട്ടിട്ട് വില കുറഞ്ഞ ഷൂ വാങ്ങിച്ചിട്ട് എന്റെ കാലിന്റെ അവസ്ഥ കണ്ടോ? നേരത്തെ കാണിച്ച ഒരു നഖത്തിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ദുബായിൽ വന്നിട്ട് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ പോവാണ്. നമുക്ക് എങ്ങനെയായിരിക്കും നെയിൽ എക്സ്റ്റൻഷൻ എന്നൊക്കെ നോക്കാലോ. നെയിൽ എക്സ്റ്റൻഷൻ ഒരു 2 മണിക്കൂറെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് വെട്ടി നിറച്ച് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മുടെ നെയ്ച്ചോറ് കടയിലേക്ക്. അവിടെ നിന്ന് വയർ ഫുള്ളാക്കി നേരെ ഇനി പോകുന്നത് അഷ്ടമുടിയിലേക്കാണ്. 2 മാസമായിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ബെസ്റ്റ് ബ്യൂട്ടി പാർലർ ഇൻ അൽ ഖീസീസ്. എല്ലാവരും തപ്പി, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, എന്തിനധികം ടിക്ടോക്കിൽ വരെ തപ്പി. അങ്ങനെ ഫൈനലി ഞാൻ ഫൈൻഡ് ചെയ്താണ് അഷ്ടമുടി. ഇതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ അവർ നമുക്ക് അടിപൊളി തണുത്ത വെള്ളമൊക്കെ തന്നിട്ടുണ്ട്. കുറച്ച് ടൈം ഇരിക്കേണ്ടതാണല്ലോ, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫൈനലി എൻ്റെ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളെത്തിയിട്ടുണ്ട്. അവളുടെ പേരൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി, ഐറ. എൻ്റെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ അതേ പേര്. ഐറ ഭയങ്കര സുന്ദരിയായിട്ടോ കാണാൻ വേണ്ടി. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഐറയുടെ കയ്യിൽ ഇത്രയും വൃത്തിയായിട്ട് ഒരു കാല് കിടക്കുന്ന കാണുമ്പോൾ തന്നെ എന്ത് വൃത്തികേടാ. അയ്യോ, നിങ്ങൾക്കറിയോ ഗൈസ്, ഞാൻ ഓൾമോസ്റ്റ് എടുക്കുന്ന ചെരുപ്പുകൾ എപ്പോഴും ഷൂ ടൈപ്പ് ആയിരിക്കും. കാരണം എൻ്റെ നഖങ്ങളോ എൻ്റെ കാലുകളോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത്രയും വൃത്തികെട്ട കാലായതുകൊണ്ടാണ്. ഇതൊക്കെ ജനറ്റിക്കൽ ഡിസോർഡർ ആട്ടോ. എൻ്റെ അച്ഛനും അമ്മക്കും ഏകദേശം ഇതേ റൗണ്ട് കാലുകൾ തന്നെയാണ്. പെഡിക്യൂറും നെയിൽ എക്സ്റ്റൻഷനും ചെയ്താലെങ്കിലും എൻ്റെ കാല് വൃത്തിയാകുമെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാട്ടോ എൻ്റെ ഭർത്താവ് എന്നെ പാർലറിലേക്ക് വിട്ടത്. നിങ്ങൾക്കറിയോ, ഫിലിപ്പൈനി ആയിട്ടുള്ള ഈ ഐറ എന്നെ ഭയങ്കരമായിട്ട് എൻഗേജ് ആയിക്കൊണ്ടിരിക്കട്ടെ. എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അവരുടെ കൾച്ചറും അതുപോലെ നമ്മുടെ നാട്ടിലെ അടിപൊളി സ്പോട്ടൊക്കെ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വർത്താനം കേട്ടിട്ട് മിക്കവാറും നെക്സ്റ്റ് വീക്ക് തന്നെ പുള്ളിക്കാരി ഒരു ടിക്കറ്റ് ഇന്ത്യയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ കാണുന്നതാണ് എൻ്റെ ബലിഷ്കമായ കൈകൾ. എന്ത് വൃത്തികേടാണ് കാണാൻ വേണ്ടി. ഇതും ഒരു മെനയാക്കി തരാമെന്ന് എനിക്ക് ഐറ പ്രോമിസ് തന്നിട്ടുണ്ട്. അങ്ങനെ കൈയുടെയും കാലിന്റെയും ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പുറത്തേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം കേശ സംരക്ഷണത്തിനുള്ള സാധനങ്ങളാട്ടോ. ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു സീക്രട്ട് പറഞ്ഞുതരാം. മൺഡേ ടു ഫ്രൈഡേ ഇവിടെ 25% നമുക്ക് ഡിസ്കൗണ്ട് തരും. പെഡിക്യൂർ, മാനിക്യൂർ, നെയിൽ എക്സ്റ്റൻഷൻ, ത്രെഡിങ്, ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ ചെയ്തത്. ഇതിനെല്ലാത്തിനും കൂടെ ഞാൻ വിചാരിച്ചതിലും പകുതി പ്രൈസ് മാത്രമേ ആയുള്ളൂ. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. പേഴ്സണലി ഞാൻ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടത്തേക്ക്. ഇനി കാണാൻ പോകുന്നതാണ് നിങ്ങൾ എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈപ്സ്. സത്യം പറഞ്ഞാൽ ഈ കാലുകളും കൈകളൊക്കെ വൃത്തിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് വന്നു ഗൈസ്. എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ കോൺഫിഡൻസോട് കൂടി ഇരിക്കുന്നത് കണ്ടിട്ടായിരിക്കണം ഇവർ എനിക്ക് നല്ല അടിപൊളി ചായയും തന്നിട്ട് എന്നെ ഹാപ്പി ആയിട്ട് ഇരുത്തുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഹെയർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് കേട്ടോ. പുള്ളിക്കാരി എൻ്റെ മുടി കണ്ടപ്പോൾ തന്നെ അതിന്റെ പ്രോബ്ലങ്ങളും അതിന്റെ സൊല്യൂഷൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ ഇറങ്ങുന്നത് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അതുപോലെ സ്പെഷ്യൽ താങ്ക്സ് ഫോർ അഷ്ടമുടി ബ്യൂട്ടി പാർലർ.